ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളങ്ങനെ കേസൊക്കെ കണ്ട് വണ്ടിയിലേക്ക് എത്തി. പിന്നെ നമുക്ക് ഇനി ഇവിടുന്ന് എങ്ങോട്ടാ? ഇന്ന് ഇച്ചിരി ഓടണം. അതെ, കാരണം നമ്മളിപ്പോ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്? വല്ല 15, 16, 17 ദിവസമായി. എന്തായാലും ഞങ്ങൾ ആകെ 1600 കിലോമീറ്റർ ആണ് ഇതുവരെ നമ്മൾ കവർ. 1600 പിന്നെ അതിന്റെ ഉള്ളിൽ കൂടെ കുറെ ഓടിയിട്ടുണ്ട്. അങ്ങനെയാ, അത് മാത്രല്ല, അതല്ല 1600 പ്ലസ് ആണ്. എങ്ങനെ വന്നാലും 2000 കിലോമീറ്ററിന്റെ മുകളിൽ ഓടി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2300 സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 4200 ആയി. അടുത്ത സർവീസ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്ന് ലേശം ഓടാം. ഇനി നമ്മൾ ഭുവനേശ്വറിൽ നിന്ന് വിടുകയാണ്. അപ്പോൾ അടുത്ത പുതിയ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഒരു അരമണിക്കൂർ ഏതോ ഒരു ചേട്ടനായിട്ട് നിന്ന് വർത്താനം പറയണ്ടായിരുന്നല്ലോ. അതെന്താണെന്നറിയോ? ഇവിടുത്തെ ഡ്രൈവറാണ് പുള്ളി. ഇവിടുത്തെ ഒരു ഹോട്ടലിലെ ഡ്രൈവറാണ്. ഹോട്ടലിലെ വണ്ടിയായിട്ടാണ് വന്നേക്കുന്നത്. പുള്ളി പറയാണ് മാസം പുള്ളിക്ക് ആകെ 15 രൂപയാണ് ശമ്പളം. അപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടുമോ? കേരളത്തിൽ നല്ല ശമ്പളാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ഡ്രൈവറെ ആവശ്യമുണ്ടെങ്കിൽ പറയണം. കാരണം ഞാൻ പറഞ്ഞു, ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ നമ്പറും മേടിച്ചിട്ടുണ്ട്. പുള്ളീന്റെ ഏതൊരു കസിൻ ഇതേപോലെ കേരളത്തിൽ വന്ന് ഡ്രൈവറാണ്. പുള്ളിക്ക് 35,000 രൂപ സാലറി ഉണ്ട്. ലോറിയിലാ പോണേ. ലോറി എന്ന് പറയുമ്പോ വേറെ കാര്യമുണ്ട്. ശമ്പളം പിന്നെ കൂടുതലല്ലേ. മിക്സർ ലോറി ഇല്ലേ, അതില് ശരിക്കും 35,000 ഒക്കെ നഷ്ടമല്ലേ? അതില് ശരിക്കും 35 കുറവാണ്. കുറവല്ലേ അല്ലേ? 50, 60 ഒക്കെ കിട്ടുന്ന ആൾക്കാരില്ലേ? അതെ അതെ. നമ്മളങ്ങനെ ടെമ്പിളിന്റെ അടുത്ത് പോവാണ്. എന്തായാലും സംഭവം അടിപൊളിയാട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയോ? ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു നൂറ്റാണ്ടില് 2ാം നൂറ്റാണ്ടിലൊക്കെ ഇത്രയും സെറ്റപ്പില് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു സെറ്റപ്പ് എന്താണെന്ന് ആലോചിച്ചോ അല്ലേ? ഇവിടെ കണ്ടോ, എന്തോ ആ അമ്പലത്തിൽ ഉത്സവം നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റേതായ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ. ഇനി ഉത്സവമായി കഴിഞ്ഞാൽ അടുക്കാൻ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. ഇപ്പൊ തന്നെ അടുക്കാൻ പറ്റുന്നില്ല. നല്ല ആളുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഹൈവേയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ബാക്ക് ടു ലൈഫ്, ബാക്ക് ടു ഹൈവേ. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്താ അറിയോ? 1, 2 ഇതുണ്ട് ഫ്ലൈ ഓവർ. അത് കഴിഞ്ഞ ടൗൺ കഴിഞ്ഞു. ആ ഫ്ലൈ ഓവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നീട്ടോ, നല്ല തിരക്കും. ഫ്ലൈ ഓവറിന്റെ താഴെ കൂടി ഇറങ്ങിയാലും തിരക്കാണ്, ഫ്ലൈ ഓവറിലും തിരക്കാണ്. എവിടെ പോയാലും തിരക്കാണ്. അത്യാവശ്യം നല്ല വലിയ ഹൈ ഇതാണേ, എന്താണ് ടൗൺ ആണ്. അതാണ് ഈ ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ കേരളത്തെ കുറിച്ച് അങ്ങനെ ധരിച്ചു വെച്ചേക്കുന്നത്. വെറുതെ അല്ല, നമ്മുടെ KL വണ്ടി കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മുടെ ഒരു അത്ഭുതത്തോടു കൂടി ഒരു മതിപ്പ് കാണും. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മതിപ്പ് കൂടെ പോയി കിട്ടുകയും ചെയ്യും. എല്ലാരും ഇല്ല, കുറച്ചൊക്കെ കേരളത്തിൽ ചീത്തപ്പേര് കേൾപ്പിക്കാനായിട്ട് കുറച്ച് പേരുണ്ടല്ലോ. അതെല്ലായിടത്തും വരുന്നുണ്ട്. ഒരൊറ്റ വണ്ടി ഒന്നും മാറ്റി കൊടുക്കുന്നുണ്ടോ? പോലീസുകാരൻ ക്ലിയർ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് അടുത്തടുത്ത് കുത്തിക്കയറ്റി വരിക. ആ ആംബുലൻസിനൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സൈഡിലല്ല, ഈ കറക്റ്റ് നടുക്കായിട്ടാണ് വരുന്നത്. പോലീസുകാരൻ നല്ല പണിയെടുക്കുന്നുണ്ട്. ചേട്ടൻ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ സാറ് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ആരും മാറ്റി കൊടുക്കുന്നില്ല. കാരണം ഈ പോലീസുകാരൻ ക്ലിയർ ചെയ്യുന്ന ഭാഗത്തു കൂടി ബാക്കിയുള്ളവർ കയറി പോവുക. തിരക്കാണ് എല്ലാവർക്കും. നമ്മുടെ സൈഡാണ് ഞാൻ നിർത്തി കൊടുത്തത്. നമ്മുടെ സൈഡാണെങ്കിൽ നിർത്തി കൊടുക്കുന്നത്. ഒരു പോലീസല്ലാട്ടെ, കൊറേ പോലീസ്. ഏത് ആംബുലൻസ് ഒന്നും അല്ല, ഇത് വേറെന്തോ ആണ്. പ്രൊട്ടക്ഷൻ വെഹിക്കിളാ. ആരോ ഉണ്ട് വണ്ടിയിൽ, അതാ. ഇതിലല്ല, പുറകെ വരുന്നുണ്ട്. പുറകിലുള്ള വണ്ടിയുടെ നമ്പർ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഈ വണ്ടിയിലാണോ? ഇതിലല്ല, പ്രൊട്ടക്ഷൻ വെഹിക്കിൾ. ആരാന്നറിയില്ലല്ലോ. ആ വണ്ടിയിലുള്ള ആരോ. ഈ വണ്ടിയിലാന്ന് തോന്നുന്നു. അത് ആ വണ്ടിയിൽ തന്നെ വല്ലോ MLA-യോ വല്ലോ ഒക്കെ ആയിരിക്കും. വെറുതെ എല്ലാരും മാറ്റി കൊടുക്കാത്തല്ലേ. 2-3 പെണ്ണുങ്ങൾ മാത്രമാവോ? ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഫുള്ള് പാട്ടൊക്കെ ഇട്ട് 5-6 പെണ്ണുങ്ങളാണല്ലോ ഇരിക്കുന്നത്. ആൾക്കാർക്കൊക്കെ ബോധം വെച്ചിടി, അതുകൊണ്ടാണ്. ഇതൊക്കെ കൊടിയൊക്കെ കാട്ടി പോണേ. ചുമന്നുകൂടി എന്തൊക്കെ ഇതല്ലേ, എന്തൊക്കെ പ്രഹസനങ്ങളാണോ സാജി. എന്തേലും ആവട്ടെ അല്ലേ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റിവറിന്റെ പേര് കുവാക്കെ റിവർ എന്നാണ് കേട്ടോ. ബ്രിഡ്ജിന്റെ പേര് കുവാക്കെ എന്നാണ്. ആണല്ലേ. നമ്മൾ ചൈനയിൽ വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്. ഒറീസയിൽ തന്നെയാണ്. കാണുന്നുണ്ടോന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട്, വേസ്റ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാം ഉണ്ട്. നമ്മൾ അടുത്തൊരു റിവർ കയറുകയാണ് കേട്ടോ.
ജോഡി എന്ന് പറഞ്ഞ റിവറാണ്. പക്ഷെ വെള്ളമില്ല കേട്ടോ, വെള്ളമില്ല. വെള്ളം ലേശം അവിടെ ഇവിടെ ഇച്ചിരി കിടക്കുന്നുള്ളൂ. മണല് നല്ല ഉണ്ട് കേട്ടോ. കുറച്ച് വാരിക്കൊണ്ട് പോയാലോ? നമുക്ക് കുറച്ച് നാട്ടിലേക്ക് മണല് കയറ്റാലോ? അതെ, അതൊരു പുതിയ ബിസിനസ്സും ആവും. ട്രാവലിങ്ങിന്റെ കൂടെ വേറൊരു ബിസിനസ്സും കൂടെ എന്തായാലും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ നല്ല അടി കിട്ടൂലേ? അതെ. പിന്നെ എന്തിനാ ഇവിടെ വന്നിട്ട് നോർത്ത് ഇന്ത്യൻസിന്റെ ഇടി മേടിക്കുന്നത്? അല്ല, ഇവിടെ മണല് വാരുന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ വാരും അങ്ങനത്തെ. നമ്മുടെ നാട്ടിൽ നിന്ന് പക്ഷെ മണല് വാരി കഴിഞ്ഞാൽ അടി കിട്ടൂലേ? ശരിക്കും നമ്മുടെ നാട്ടിൽ മണല് വാരണം. പുഴയിൽ കൂടി വെള്ളം ഒഴുകാൻ സ്ഥലം വേണ്ടേ? അതെ, മണല് തന്നെ അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് പിന്നെ പെട്ടെന്ന് വെള്ളപ്പൊക്കമാവും, പ്രശ്നമാവും. നമ്മള് ചിന്തിക്കണം. ഞാൻ മന്ത്രിയാവട്ടെ, നമുക്ക് എല്ലാം ശരിയാക്കാം. ഈ ടൗൺ അങ്ങ് തീരുന്നില്ല അല്ലേ? ഇതിപ്പോ നമ്മള് കുട്ടാക് സിറ്റിന്റെ ഒക്കെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോരം ദൂരമാ. ഭുവനേശ്വർ മാത്രല്ല, കുട്ടാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട്. ആ സ്ഥലത്ത് അടുപ്പിച്ചുള്ള ടൗണാണ്, അതുകൊണ്ടാണ് സംഭവം തീരാത്തത്. ഇനി ഒരു മഹാനദി റിവർ വരുന്നുണ്ട്. അതിന്റെ മേളിൽ കൂടി കുറേ ദൂരമുണ്ട്. ജസ്റ്റ് 2 കിലോമീറ്റർ. 2 കിലോമീറ്ററാ? അത്രയും ദൂരമുണ്ട് പോവാനായിട്ട്. ഇതാണ് വണ്ടിക്കാര്. മറ്റേ ഡ്രൈവറില്ല ഞാൻ സംസാരിച്ചേ, പുള്ളി തന്നെ പറഞ്ഞു ഇവിടത്തെ ഡ്രൈവിംഗ് ശരിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, നമുക്കൊരു ഐഡിയ കിട്ടൂല. പക്ഷെ കേരളത്തിലൊക്കെ അച്ചാഹേ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മളെ സൂചിപ്പിച്ചാണോന്ന് അറിയില്ല. കേരളത്തിലെ അതല്ല, സത്യം തന്നെയാണ്. ഇവിടുത്തെ അല്ലാത്തവര് തന്നെ പറയല്ലോ, കേരളത്തിലെ ഒരു ആ വണ്ടിയുടെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഒന്നും കിട്ടൂല. ഇനി നമ്മളായിട്ട് ആ പേര് കളയാതിരുന്നാ മതി. നമ്മുടെ കയ്യിൽ ഇപ്പൊ മതിയല്ലോ ആൾക്കാർ. അവൻ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു. അങ്ങനെയല്ല, മൊത്തത്തിലാ ഞാൻ പറഞ്ഞേ. കേരളക്കാര് മൊത്തത്തിലേ പേരായിട്ട് കളയാതിരുന്നാ മതി. മഹാനദിയിൽ വെള്ളം ഉണ്ടല്ലോ. ട്രെയിനും പോകുന്നുണ്ട് അല്ലേ? അത് മറ്റേ സാധനങ്ങൾ കൊണ്ടുപോകുന്ന മറ്റേ എന്താ പറയാ, അത് തന്നെ. അല്ല, ഇതിനകത്ത് എന്താ കൊണ്ടുപോകും? കൽക്കരിയാണോ? ആണോ? എനിക്കറിയില്ല. ലോഡിന്റെ വിവരങ്ങളൊക്കെ എടുത്താണല്ലോ പറയുന്നത്. അതെങ്ങനെ അറിയാം നിനക്ക്? അങ്ങനെ എന്താ കൊണ്ടുപോകുന്നാന്ന് തോന്നുന്നു. പക്ഷെ നല്ല നീളം ഉണ്ടല്ലേ, കൊറേ ഉണ്ട്. മഹാനദി റിവറാണേ, ചില്ലറ റിവർ അല്ല അത്. അല്ലേ? പക്ഷെ ഇവിടം കൊണ്ട് കുറച്ച് ഇത് 2 പോർഷൻ ആയിട്ടാ കിടക്കുന്നത് കേട്ടോ. ഇതിന് നടുക്ക് കുറച്ച് ഈ കണ്ടൽക്കാട് പോലത്തെ, കണ്ടൽക്കാടല്ല ഇവിടുത്തെ, പക്ഷെ വെള്ളമല്ല. അപ്പുറത്തെ സൈഡിലേക്ക് മാത്രം കുറച്ച് വെള്ളം. പണ്ടത്തെ സ്ഥിതിയൊക്കെ മാറിയില്ലേ? റിവറുകളിലൊക്കെ വെള്ളം കുറവും. അതെനിക്ക് നല്ല വെയിലുണ്ടല്ലോ, രാത്രിക്കൊക്കെ തണുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫുള്ള് വെയിലല്ലേ. ഇവിടെ കുറച്ച് വെള്ളമായിട്ടെ. വെള്ളമുണ്ടല്ലേ? കുറച്ച് വെള്ളമുണ്ട്. ഇല്ലെങ്കിൽ ആ മഹാനദി എന്ന് പറയുന്നത് ചീത്തപ്പേരായി പോയി. ഇവിടെ എന്തായാലും വെള്ളമുണ്ട്. ചിലപ്പം ഈ വേനലൊക്കെ ആയതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് വെള്ളം കുറഞ്ഞതായിരിക്കാം. ഇവിടെ എല്ലാ വണ്ടീന്റെയും ബേക്കിലേ ഈ ബജ്റംഗിന്റെ ഫോട്ടോ ഉണ്ടാവുമല്ലോ. എല്ലാ വണ്ടീന്റെ ഒന്നുമില്ല, കൊറേ വണ്ടികളുടെ ഞാൻ കണ്ടു. അതേപോലെ ചില വണ്ടികളുടെ ബേക്കിൽ ചെരുപ്പ് കെട്ടി തൂക്കിയിട്ടുണ്ടാവും. അതെന്തിനാന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വല്ലതായിരിക്കാം. ചൂല് ചെരുപ്പ് എന്നൊക്കെ പറയുന്നത് കണ്ണ് കിട്ടാണ്ട് വേണ്ടി ചെയ്യുന്നതൊക്കെ അല്ലേ പറയാ? അതെ, ആയിരിക്കാം. ഞാൻ എന്റെ ഒരു അനുമാനം പറഞ്ഞതാ. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ ബിരിയാണി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. സാധനം 3 പേർക്ക് കഴിക്കാനുള്ളത് ഇല്ലേടി? അതിന് മേളിൽ കൂടെ അങ്ങനെ ഒഴിക്കല്ലേ? അച്ചാർ അതിന് മേളിൽ കൂടെ. ഈ ആൻസി എന്ന് പറഞ്ഞാൽ അച്ചാർ എന്ന് പറഞ്ഞാൽ ആൻസിക്ക് വികാരമാണ്. ഓ, ഭയങ്കര വികാരം. വളിച്ചോ നോക്ക്. വളിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കിനി വേഗം ചോറിണ്ടിട്ട് പോവാം. നമ്മളങ്ങനെ ഫുഡ് കഴിയെല്ലാം കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. ഒരുപാട് പേരുടെ ഒരു ചോദ്യമായിരുന്നു നമ്മുടെ ചെടി എന്തായിന്ന്. ചെടി കുഴപ്പമൊന്നുമില്ലാണ്ട് പുതിയ 2 ഇലയൊക്കെ വന്ന് സേഫായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടുപോയ ആവേശം ഉണ്ടോ എന്നൊക്കെ ചിലർ ചോദിച്ചിരുന്നേ. കൊണ്ടുപോയ ആവേശമുണ്ട്. കാരണം നമ്മള് പൊതുവെ നമുക്ക് ചെടികളോടൊരു താല്പര്യം, എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെ വീട്ടിലൊക്കെ വന്ന സമയത്താണെങ്കിൽ പോലും ഒരു പൂ പോലും കാണില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറയും, നമുക്ക് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. ഞങ്ങളിപ്പോ അതിന്റെ ഒരു പ്ലാനിങ്ങിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ചെടികളോട് ഭയങ്കര താല്പര്യമാണ്. എന്റെ വീട്ടിലായിരുന്നപ്പോൾ പോലും ഞാനും എന്റെ അനിയനാണെങ്കിലും ഇതുപോലെ കുറെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോഴും അനിയൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് നശിപ്പിക്കാണ്ട് വീട്ടിലെത്തിക്കും. വീട്ടിലെത്തിച്ചാലും ഇത് ഞങ്ങൾ കളയില്ല. ഞങ്ങളുടെ റൂമിലോ അവിടെ എവിടെയെങ്കിലും തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. ഇതെന്താ, പഴം വാങ്ങാൻ പോയിട്ട് പഴം കിട്ടിയോ? പഴവും കിട്ടി, തേങ്ങയും കിട്ടി. തേങ്ങ എന്തിനാ? തേങ്ങ നമുക്കേ ഇപ്പൊ ചായന്റെ ടൈമായി. നമുക്ക് മടക്കപ്പ ഉണ്ടായിരുന്നില്ല.
വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു മോഹം മടക്കപ്പവും ചായയും കുടിക്കുന്നു. ഇപ്പൊ മകൾക്ക് ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞോണ്ടിരുന്ന അറിയോ? മകൾക്ക് ഉണ്ണിയപ്പം വേണമെന്നായിരുന്നു. ഉണ്ണിയപ്പോ? ഉണ്ണിയപ്പൻ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു വയല് നികത്തുന്ന ഒരു സംഭവം ഗ്രൗണ്ട് കണ്ടു കേട്ടോ. ഇത് എങ്ങോട്ടാ കൊച്ചമ്മ എങ്ങോട്ടാ? മണ്ണി കളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കണ്ടോ, വണ്ടി ഇപ്പൊ ഇറങ്ങിയതല്ല ഇത്. ഇത് കുറച്ചു ദിവസം മുന്നേ കൊണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മടക്കപ്പവും ചായയും കഴിക്കാം അല്ലേ? അതെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. മൈദ ഇരിപ്പുണ്ട്, മടക്കപ്പം വെച്ച് അല്ലേ? ഓ, പൊന്തമ്പഴ ആൻസിന്റെ തുണിയാണ് കാണുന്നത്. അല്ല, ഇതേ ഭയങ്കര പാടാ ഉണങ്ങാൻ. ജീൻസിന്റെ മിഡിയ. ഇവിടെ എവിടെയെങ്കിലും ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമുക്കൊരു സ്റ്റാൻഡ് പറ്റുമെങ്കിൽ മേടിക്കാം തുണി ഉണങ്ങുന്നത്. അത് വെക്കാനാണ് സ്ഥലമില്ലാതെ. മേളിലതാട്ട ഹൈവേ. നമ്മളിപ്പോ താഴേക്ക് ഒന്ന് ഇറങ്ങി കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്തായാലും വേഗം. മെയിനായിട്ടുള്ള ഒരു പ്രശ്നം ഇത്രയും നേരമായിട്ടും തേങ്ങ നേരെയാക്കി കിട്ടിയിട്ടില്ല. ഭയങ്കര പാടല്ലേ? എനിക്കൊന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ വെക്കുന്നത് ശരിക്കും. പക്ഷെ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ. ഇവര് വെക്കുന്ന ആ ചകിരി പുറത്തെ ആ ഒരു തൊണ്ടുണ്ടല്ലോ, അത് മാത്രമേ കളയുള്ളൂ. ബാക്കി മൊത്തം അങ്ങനെ. പിന്നെ ഇത് കിലോയ്ക്കൊന്നുമല്ല, എണ്ണത്തിന്. ഒരെണ്ണത്തിന് ഇത്ര രൂപ? ഒരെണ്ണത്തിന് 40 രൂപ അങ്ങനെ. അപ്പൊ ആ ചേട്ടൻ എന്നിട്ടേ ഇതില് ഭയങ്കര വെള്ളം ഇല്ലാത്ത തരാന്ന് പറഞ്ഞ് വെള്ളം ഇല്ലാത്ത. ഞാൻ പറഞ്ഞു വെള്ളം ഉള്ളത് വേണം ഞങ്ങക്ക് കുടിക്കാനാന്ന് പറഞ്ഞു. കരിക്ക് മേടിച്ചാ പോലെ, കരിക്ക് വേണ്ട, ഇത് തന്നെ മതി പറഞ്ഞു. ഇനി വേഗം അതും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം ചായ വെക്കാം. അതെ, അങ്ങോട്ട് ആഞ്ഞ് ചിരണ്ട അങ്ങോട്ട്. അധികം കളിച്ച് ചിരവ അങ്ങ് തരും. ഓ, അപ്പനെ സപ്പോർട്ട് ആയിട്ട് മകള് വന്നിട്ടുണ്ട്. എന്തായാലും തപ്പന്നേ സ്പൂണോ? അടിയങ്ങ് കിട്ടും. എന്റെ കളിക്കാനേ ഇവിടെ മണ്ണി കളിക്കാണ്. ഞങ്ങളെ മറ്റേ ചകിരി കളഞ്ഞായിരുന്നു. അപ്പൊ അത് ഇതെന്താടി അടുപ്പോ? പ്യൂണല്ല, സ്പൂൺ. ഇളം തേങ്ങ ആണല്ലേ? ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓ, ഇത് അടിപൊളി തേങ്ങ. ഓക്കെ. അപ്പൊ ആൻസി ഇത് മൈദ കുഴച്ചോണ്ടിരിക്കുകയാണ്. ആൻസി, നമുക്ക് ഇച്ചിരി മൈദയിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഏലക്കയും ഇച്ചിരി ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടേ. ആഹാ, പുല്ലെന്തിനാ? ആ, എന്ത്? തീർച്ചയായിട്ടും. അപ്പൊ ഇച്ചിരി കൂടി വെള്ളം വേണ്ടേ ആൻസി? ഞാൻ പറഞ്ഞേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി ഏലാഞ്ചി ഉണ്ടാക്കായിരുന്നു. ഏലാഞ്ചിനി പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇതിലേക്ക് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടങ്ങനെ ഇളക്കിയേ. ഇല്ലേ, ആ മൈദേന്റെ അടയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. തേങ്ങയുള്ളപ്പോ അഹങ്കാരം കാണിക്കണോ? അങ്ങനെയല്ല, വെറുതെ കളയണ്ടല്ലോ, നാളെ കഴിഞ്ഞത്തേക്ക് ഇത് നാശമായി പോവില്ലേ? അപ്പൊ എന്തായാലും വേഗം നമുക്ക് കുക്ക് ചെയ്യാം. റോട്ടിൽ കൂടി പോകുന്ന പിള്ളേരൊക്കെ ഞങ്ങളെ നോക്കി കേട്ടോ പോലെ. സ്കൂള് കഴിഞ്ഞ് പോകുന്ന പിള്ളേര്, ചേട്ടന്മാര്, എല്ലാവർക്കും ഒരു കൗതുകം ഈ ടെന്റൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കണ്ടപ്പോഴേ. അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഇതിലാകെ ഇടാൻ നമ്മുടെ തേങ്ങയും ശർക്കരയും ജീരകമേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നേ. ഒരു കാര്യം പറ. സൂപ്പർ. അതെന്താ കുഞ്ഞ് അതിൻ്റെ അകത്ത് തീ വിടണല്ലേ? നമ്മൾ നിൽക്കുന്നത് ആ കാണുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. അത് കൊച്ചിനറിയോ? ഈ കാണുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ തീയും കൂടി ഇട്ടിട്ട് വേണം പോലീസ് പിടിച്ച് അകത്തിടാൻ അല്ലേ? അയ്യേ, അതിലുണ്ടോ? ഏലക്കേൻ്റെ ടേസ്റ്റ് വന്നോ? പരിക്കോ എടി, എണ്ണ ഒഴിക്കണേ. എണ്ണ ഒഴിച്ചില്ലേ കൊള്ളിയല്ല. കുറച്ചും കൂടി നമ്മുടെ മൈദ ഇല്ലേ, കുറച്ചും കൂടി ലൂസ് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലേ? ഇനി ഞാൻ ഒന്ന് പരത്തി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ശരിക്കും ഈ ചട്ടിയിലല്ല ഇതൊന്നും ഉണ്ടാക്കണ്ടേ? അല്ല, പക്ഷെ നല്ല ദോശക്കല്ലിൽ ഉണ്ടാക്കണം. എല്ലാത്തിനും കൂടെയുള്ള ചട്ടി എടുക്കാനുള്ള പറ്റില്ലല്ലോ. എങ്ങനെ? അങ്ങനെയല്ല, എല്ലാത്തിനുള്ള ചട്ടി എടുക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. ദോശക്കല്ലിന് വേറെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് പറ്റില്ല. ശരിയാണ്, സംഭവം ശരിയാണ്. നമ്മൾ ഗ്യാസ് ഇവിടെ ആട്ടോ വെച്ചേക്കുന്നത്. എല്ലാരും ചോദിച്ചിരുന്നു തടിയുണ്ട് കേട്ടോ. ഇത് എടുക്കാനുള്ള മടി കാരണവും ഉള്ളിലായത് കാരണമാണ് ഇത് എടുക്കാതിരുന്നത് കേട്ടോ. മടിച്ചാ ഇത് സാധനം പോവും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഉള്ളില് ശർക്കരയും തേങ്ങയും കൂടി ഇടുന്ന പരിപാടിയാണ്. ചിലർ ഉള്ളി പഞ്ചസാര ഇടും. എനിക്ക് പക്ഷേ ശർക്കര ഇടുന്നതാണ് എനിക്കിഷ്ടം. ആൻസിക്കോ? എനിക്ക് ശരിക്കും ഇഷ്ടം പഞ്ചസാര ഇടുന്നതാണ്. പിന്നെ കെട്ടിയവന് പാവല്ലേ, പാവാടയല്ലേ. അതെ.
ഇട്ടോട്ടേന്ന് വിചാരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ചേച്ചിമാരെ നോക്കി അങ്ങോട്ട് തിരിച്ചു പോകണോ? വീഡിയോ എടുക്കുന്നുണ്ടേ. അല്ല ഇത്ര നേരം അതെന്താ ഇങ്ങനെയൊക്കെ പിടിച്ചത്? അല്ലേ ഇത്ര നേരം അവർ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ എങ്ങനെ പോണത്? ഹലോ പറ്റിച്ചേ. അതെന്തിന്റെ ആവശ്യമാണല്ലേ? മലയാളത്തിലാണെങ്കിൽ നമുക്ക് പെങ്ങന്മാരെന്ന് വിളിക്കായിരുന്നു. ഇവിടെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഇനി എന്നെ കണ്ടില്ലേ? നിന്നെ കണ്ടോ? വീഡിയോ എടുക്കുന്നവർക്ക് വലിയ താല്പര്യമില്ല. അവര് പോട്ടെ പോട്ടെ. നമ്മളെ ഞാനിങ്ങനെ ഇവിടെ പറഞ്ഞോണ്ടിരിക്കും, അവര് നമ്മളെ അവിടുന്ന് ഒറ്റേ നമ്മളെ തന്നെ നോക്കി വരുവാ. ഇവിടെ എത്തിയപ്പോ നമ്മള് വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായപ്പോ പെട്ടെന്ന് അങ്ങ് മുഖം പ്രശ്നമില്ലല്ലോ പിന്നെ. അപ്പൊ നമ്മുടെ മടക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? യേസ്, ഒരു മടക്കപ്പ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചായം കൂടി ഇട്ട് കുടിക്കാട്ടോ. അത് കണ്ടോ, ആ പോണത് ഒരു കല്യാണ വണ്ടി കേട്ടോ. എന്തോരം പൂ ഇതൊക്കെയാണെന്ന് നോക്കി, ഡെക്കറേഷൻ കൊള്ളാം. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയും മടക്കപ്പവും കഴിക്കാം അല്ലേ? ഞങ്ങളിന്ന് കട്ടൻ ചായ കേട്ടോ. രാവിലെ ആണെങ്കിൽ അരി നിറച്ച് ഒഴിച്ചോ, കുഞ്ഞായിട്ട് കുടിക്കട്ടെ. കട്ടൻ ചായ ആണല്ലോ. കട്ടൻ ചായ ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് ആവേശം കൂടും. കഞ്ഞി കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതെ, കട്ടൻ ചായന്റെ ആളാട്ടോ. വാ കൊച്ചമ്മേ. ആ നിക്കാം, ഞങ്ങളിവിടെ കഴിക്കാൻ തുടങ്ങട്ടെ. ഫാൻസി എങ്ങനെയുണ്ട്? അടിപൊളിയാ. അടിപൊളിയല്ലേ? കുഞ്ഞാറ്റ എങ്ങനെയുണ്ട്? ആ കഴിച്ചിട്ട് പറഞ്ഞു. രണ്ട് കഷ്ണാക്കി അവിടെ. പിന്നെ 2 കഷ്ണാക്കിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. അതെ. ഇപ്പോഴാ ശരിയായ അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. ആ ഒരു ഇത് കേട്ടാൽ മതി ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നുണയാണെന്ന് നിങ്ങൾ വിചാരിക്കും. കൊച്ചു പറയാകുമ്പോൾ കുഴപ്പമില്ല. നമുക്കിനി വേഗം ചായ കുടിച്ചിട്ട് ഇവിടുന്ന് വല്ല പോവാം. കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. കുക്കിയും കൂടി എടുത്തു വെക്കണേ. ഇവിടെ എന്താ പരിപാടി? ആ, നമുക്ക് തനിയെ ഉള്ള ഓരോ സ്റ്റോറേജ് ഏരിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോ ചക്ക പൊഴഞ്ഞ പോലെ ഒരു ഒറ്റ ഏരിയ പോയി ഒന്നായില്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടേ ഒന്ന് തനിയെ വെക്കുവാണെങ്കിൽ, പിന്നെ അതുമല്ല എവിടെയെങ്കിലും പമ്പിലൊക്കെ പോയിട്ട് പെട്ടെന്ന് തുണി എടുക്കണമെങ്കിൽ തന്നെ അത് നടക്കും. ഇപ്പൊ അങ്ങനെ നടക്കുന്നില്ല അല്ലേ? ആ, കീ ചെയിനോ? എവിടെ ആണോ? കീ ചെയിൻ അല്ല, അത് കൈ ചെയിൻ. അങ്ങനെ പറ. അങ്ങനെ ഈ ഞങ്ങളുടെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, പാത്രം കഴുകുക എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോവുകയാണേ. ഇനി ഒന്നും എടുക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലെന്നാണ് എന്റെ നിഗമനം. എന്തായാലും നല്ലൊരു സ്ഥലം കിട്ടിയതുകൊണ്ട് കുക്കിംഗ് ചായ കൂടി കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കഴിഞ്ഞല്ലേ? പക്ഷെ വേറൊരു കാര്യം കൂടി കിട്ടി. നമ്മളിന്ന് അവിടെ അത്രയും നമ്മള് വീഡിയോ എടുത്തില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൈക്കിന്റെ ചാർജ് ഒന്ന് തീർന്നു പോയി. രാവിലെ ഫുൾ ചാർജ് ഇട്ട് എടുത്തതാ, ഫുള്ള് തീർന്നു കേട്ടോ ചാർജ്. അതുകൊണ്ട് ചെറിയ സൗണ്ടിന്റെ വ്യത്യാസം, സൗണ്ട് ഇച്ചിരി കുറയും. ആരും തെറി പറയരുത്. അതെ. ഇനി നമുക്ക് ഹൈവേ കയറണ്ടേ? ഹൈവേ കയറണം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ നായരേട്ടന്റെ ഒരു പമ്പിൽ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ചേട്ടന്മാര് വന്നപ്പോ ചേട്ടന്മാരോട് ഒരേ വർത്താനൊക്കെയാണ് കുഞ്ഞാറ്റ ഹിന്ദിയിൽ അല്ലേ? മാറ്റടി നിന്റെ അപ്പൊ നമ്മുടെ ബെഡ് ശരിയാക്കണം. ഇന്നലെ ഒരുപാട് കൊതുക് ഇന്നലെ ഇതിന്റെ അകത്ത് കയറിയായിരുന്നു പറയാം. കാരണം ഇന്നലെ നമ്മൾ പമ്പിലല്ല നിന്ന്, അതുകൊണ്ട് കൊതുക് ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. നമ്മൾ കുറച്ചു നേരം പുറത്തിറങ്ങുമല്ലോ, നമ്മൾ ഡ്രസ്സൊക്കെ ഇതാക്കാൻ നേരത്ത്. അന്നേരം ആ സാധനം ഇങ്ങോട്ട് ഈ ബെഡിലേക്ക് വെച്ച് അങ്ങ് ഓണാക്കി വെച്ചാൽ മതി. മൊത്തം കർട്ടൻ ഇടുക എന്നിട്ട്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഡ്രൈവർ സീറ്റിൽ ഇപ്പൊ ഒന്നും വെക്കലില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ നൈറ്റ് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രൈവർ സീറ്റിലെ സാധനങ്ങളൊന്നുമില്ലേ, നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകാലോ. എന്തേ, എനിക്ക് ഡ്രസ് എടുക്കുന്നുണ്ടോ? അല്ല, എനിക്ക് ഇന്നിപ്പോ ഇതിടാ, നാളെ രാവിലെ മാറാം അല്ലേ? ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, നല്ല നീറ്റ് ബാത്റൂമാണ്, അടിപൊളി ബാത്റൂം. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, നമ്മൾ എങ്ങനെയാണ് കുളിക്കാനൊക്കെ സെറ്റപ്പ് എന്ന് കേട്ടോ. അപ്പം ഞങ്ങളിത് ഇപ്പം നിർത്തിയേക്കുന്നത് തന്നെ ബാത്റൂമിൻ്റെ ഒരു സൈഡിലായിട്ടാണ്. ഇത് ടോയ്ലറ്റിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോയ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിക്കോളാൻ ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് പോയി ലാവിഷായിട്ട് കുളിക്കാം. ആ ബക്കറ്റ് ആദ്യം വെക്കണം. ബക്കറ്റോ? ആ ബക്കറ്റ് ഇപ്പോൾ വെക്കുന്നുണ്ടോ? തുണി കഴുകുന്നുണ്ടോ? ഇല്ല, ആ ബക്കറ്റ് എനിക്ക് വേണം. ആണോ? എന്നാ പിന്നെ വെക്കണം. വാ എടി, ഞാൻ അത്രയും ചേർത്ത് വെച്ചോണ്ടാണോ ബുദ്ധിമുട്ട്? അതന്നെ. ആ വലിയ ബാഗ് അല്ലെങ്കിൽ വലിയൊരു കുഴപ്പമില്ലായിരുന്നു. ആ വലിയ ബാഗ് വെക്ക്. അവിടെ മുട്ടുവോ? ഇല്ല, മുട്ടൊന്നുമില്ല. പിന്നെന്താണ്,
എടുത്തോണ്ട് വരുമ്പോ 3 ബാഗുകൾ ഒരുമിച്ച് എടുത്തോണ്ട് വരികയാണെങ്കിൽ പിന്നെയും പോകണ്ടല്ലോ. അതെ, അതിന്റെ മേളിൽ വെക്കാം. അപ്പൊ നമ്മുടെ സാധനങ്ങൾ ഏറെക്കുറെ ആകെ ഇത്രയും സാധനം മേളിൽ ഇപ്പൊ വെക്കാനുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ കൊതുകിന്റെ സാധനം എന്ത് ചെയ്യും? അത് ഓഫാക്കിയോ? ഓഫാക്കിന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്കോട്ട് വെക്കാം. ആയിക്കോട്ടെ, ഓക്കെ, കുഴപ്പമില്ല. ചേട്ടന്മാരൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയാണ് അല്ലേ? നമ്മളിങ്ങനെ യാത്ര ഒന്നാണ്, എത്ര ദിവസത്തെ ടൂറാണ് എന്നൊക്കെ ചോദിച്ച് ഒരേ വർത്താനായിരുന്നു കേട്ടോ. ഇവിടെ ചെറിയ കോട കയറുന്നുണ്ട് കേട്ടോ, അവിടെയൊക്കെ ആയിട്ട് റോഡിൻ്റെ അവിടെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇത് മൊത്തം നമുക്കൊന്ന് സെറ്റ് ആക്കിയിട്ട് കേട്ടോ വീട്ടിൽ. വേറെ ഒരു പമ്പിൽ കാണാത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരട്ടെ. അയ്യോ, ഇതിന്റെ മുല്ലപ്പൂവോ? മുല്ലയല്ല, അത് മിനിയന്തിന്റെ. ഇത് നോക്കാൻസി, ഇതിൽ ഓരോരുത്തരുടെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന 3 ആൾക്കാരുണ്ട്. ഈ ചേട്ടനോടാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ നിന്നോളാൻ പറഞ്ഞേ. FSM ഓഫ് ദ മന്ത്, ഓഫ് ദ ക്വാർട്ടർ, അങ്ങനെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇവരുടെ ജോലിന്റെ എന്തോ സംഭവമാണ് കേട്ടോ. ഓ, ഇവരെ ചാമ്പ്യന്മാരാൻസി. ആ, അതായത് കൂടുതൽ ജോലി ചെയ്തവരെയൊക്കെ അങ്ങനെ ഒരു ഇത് പറയുമല്ലോ നമ്മൾ കമ്പനികളിലൊക്കെ, അവാർഡുകൾ കൊടുക്കും അങ്ങനെ. ആ, അത് കൊള്ളാലോ. കെട്ടാൻ വേണ്ടി ഒന്നുമില്ല. കറുത്ത ഇത് കിടക്കാൻ നേരത്തെ നമുക്ക് തിന്നിട്ട് വേണം കിടക്കാൻ കേട്ടോ. എനിക്ക് ഇത്രയും തുണി കഴുകാണ്ട്. ഞാൻ പോയി തുണിയും ആദ്യം കുഞ്ഞാറ്റനെ കുളിപ്പിച്ചിട്ട് ഇറക്കി വിടാം. എന്നിട്ട് ഞാൻ പോയി തുണിയും കഴുകി. അപ്പൊ ഞാൻ കുളിക്കണ്ടേടി? കുളിക്കണം. പിന്നെ ഞാൻ ആദ്യം പോയി തുണി കഴുകിയിട്ട് വരട്ടെ. തുണി കഴുകിയിട്ട് അമ്മോ. വേണ്ട, കുഞ്ഞാറ്റ പമ്പിൽ വന്നാൽ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഫ്രീയാ. കുഞ്ഞാറ്റ ഒരു 6 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പം ഇതേ പമ്പ് സൈഡാക്കാം, നമുക്ക് ഉറങ്ങണ്ടേ. ഇതെന്നെ പരിപാടി കേട്ടോ. അത് നമുക്ക് കേട്ടാം. അപ്പോൾ കുഞ്ഞാറ്റ ഇവിടെ ഒരു പഴം കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസി കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? വെള്ളത്തിന് തണുപ്പുണ്ടോ? എന്നാ മൈക്ക്. ഭയങ്കര തണുപ്പാ. ആണോ? തണുപ്പ് മാത്രമല്ല, ഞാൻ ഒന്ന് കുളിക്കാൻ കയറിയപ്പോഴത്തേക്ക് ആരോ വന്ന് മുട്ടി. പക്ഷെ ആ ചേച്ചിക്ക് നല്ല അലിവുള്ള ചേച്ചിക്ക് മുട്ടിയിട്ടായിരിക്കില്ലേ? അങ്ങനെയല്ല, അലിവുള്ള ചേച്ചി ആയതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി കൊടുത്തിട്ട് പറഞ്ഞു അവിടെ തുണി ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു മലയാളത്തില്. കൈ ചൂണ്ടിക്കാണിച്ച്. അപ്പൊ പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി വേഗം ഇറങ്ങിയിട്ട് വാഷ് പണ്ടുകയെന്ന് പറഞ്ഞു. ഞാൻ കഴുകിയിട്ട് ഇറങ്ങി വന്നു. അപ്പൊ ഇനി തുണി നമുക്ക് ബക്കറ്റിൽ തന്നെ ഇരിക്കട്ടല്ലേ? ഇന്ന് മക്കളിലിരിക്കട്ടെ, നാളെ രാവിലെ വിളിച്ചിടാം. നാളെ രാവിലെ വിളിക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പേരും കുളിയെല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളി തണുപ്പ് അല്ലേ? തണുത്ത വെള്ളം, സുഖമായി കുളിച്ചു. ഇപ്പം ഇവിടെ തണുപ്പ് വരുന്നത് 20 കേട്ടോ. അതെ, തണുപ്പ് വെള്ളത്തിന് പക്ഷെ നല്ല തണുപ്പുള്ള. കുളി കഴിഞ്ഞാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം, ഇന്നലെ നമ്മളെ കൊതുക് അങ്ങനെ എടുത്തോണ്ട് പോയാൽ നമ്മൾ കൊതുകിനുള്ളൊരു സാധനം ഇതുവരെ ചെയ്തില്ല. പക്ഷെ അതെന്നറിയോ, ഇതിനുള്ളിൽ കൊതുക് തിരിയും കാര്യങ്ങളൊന്നും കത്തിച്ച് വെക്കാൻ പറ്റില്ല. പിന്നെ വേറെ കൊതുക് വല മേളിൽ കൂടി മൊത്തത്തിൽ ഇടണമെങ്കിൽ അത് കുറെ നോക്കി ഞങ്ങൾ കിട്ടിയില്ല. അതാണ് അല്ല, സാധാരണ അങ്ങനെ ചെയ്യാം. ഓ, അതിനെന്താ, വണ്ടീന്റെ മേളിൽ കൂടി മൊത്തം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ എന്താ ആൾക്കാരെല്ലാം കാണട്ടെ. അതെ, നിന്റെ തനി കോണം കയ്യിലിരിപ്പ് എല്ലാരും കാണട്ടെ. അതെ, എന്താന്ന് കണ്ടവർക്കൊക്കെ മനസ്സിലാവേണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, അയ്യോ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചയായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും അല്ലേ? നാളെ നമുക്ക് പറ്റിയാൽ വെസ്റ്റ് ബംഗാൾ കയറണം. ഒരു സാധനം മേടിച്ചിട്ട് കാണിക്കാൻ പറ്റിയില്ല. എന്ത് സാധനം നമ്മൾ കാണാം എന്നും ഡെയിലി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നത്. ഞങ്ങൾ ആരും ഒന്നും വാങ്ങി തരുന്നില്ലല്ലോ. ഏത് സാധനങ്ങള്? അത് എത്രയോ ദിവസം മുന്നേ വാങ്ങിയ കാര്യമല്ലേ പറയുന്നേ. അപ്പൊ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോടെ വരെ ബൈ. അവളുടെ കഥ കേട്ടിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് കൂടും കേട്ടോ.